തിരുനിവാസം അഥവാ ടാബർനാക്കൾ, തിരുനിവാസം അഥവാ മിഷ്കാൻ, കൂടാരം, ഓഹെൽ എന്നീ 2 ഭാഗങ്ങളും ചേർന്നതാണ് ഇത്. ഖദിരമരത്തിൻ്റെ പലകകൾ കൊണ്ടാണ് തിരുനിവാസത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ നിർമ്മാണം. ഓരോ പലകയുടെയും നീളം 10 മുഴവും 4.45 മീറ്റർ, വീതി 1.5 മുഴവുമാണ്, 66.7 സെൻറ്റിമീറ്റർ. തെക്കുവശത്ത് 20, വടക്കുവശത്ത് 20, പിൻവശത്ത് പടിഞ്ഞാറ് 8 എന്നിങ്ങനെ 48 പലക വേണം. പലകയുടെ ഉപരിതലം പൊന്നു പൊതിഞ്ഞതാണ്. 26-ാം അധ്യായം 18 മുതൽ 20 വരെ. ചുവടിൽ ഇറങ്ങുന്നതിന് ഓരോ പലകയ്ക്കും താഴെ ഈ 2 കുടുമയുണ്ട്. പലകകൾ നിവരെ നിൽക്കുന്നതിന് ഖദിരമരം കൊണ്ട് അന്താഴങ്ങൾ നിർമ്മിച്ചു. അവയെ പൊന്നു പൊതിഞ്ഞു. 3 വശത്തെയും പലകകൾക്ക് 5 വീതം അന്താഴങ്ങൾ നിർമ്മിച്ചു. 3 × 5 15. നടുവിലത്തെ അന്താഴം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ എത്തുന്നതാണ്. അന്താഴം ചെലുത്തുവാനുള്ള വളയങ്ങൾ സ്വർണ്ണ നിർമ്മിതമാണ്. 26-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെ, 36-ാം അധ്യായം 31 മുതൽ 34 വരെ. കൂടാരം മുഴുവൻ കയറിലാണ് നിൽക്കുന്നത്. കയറിൻ്റെ ഒരറ്റം കൂടാരശീല ബന്ധിച്ചുള്ള താമ്രക്കുളുത്തിനോടും മറ്റേ അറ്റം തറയിൽ നാട്ടിയ താമ്രക്കുറ്റിയോടും ബന്ധിച്ചിരിക്കും. തിരുനിവാസം നിർമ്മിച്ചത് 10 ലിനൻ മൂടുശീലകൾ കൊണ്ടാണ്. സൂക്ഷ്മാർത്ഥത്തിൽ തിരുനിവാസം ഇതാണ്. ഈ ലിനൻ മൂടുശീലകൾ ഖദിരമര നിർമ്മിതമായ ചട്ടക്കൂടിനോട് ബന്ധിക്കുമ്പോൾ ദൈവ നിവാസമായി. പിരിച്ച ലിനൻ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ എന്നിവയാണ് നിർമ്മാണ വസ്തുക്കൾ. ഓരോ മൂടുശീലയ്ക്കും 28 മുഴം നീളവും 12.46 മീറ്റർ, 4 മുഴം വീതിയുമുണ്ട്, 1.78 മീറ്റർ. 5 മൂടുശീല ഒന്നോടൊന്ന് ചേർത്തു. നീലനൂൽ കൊണ്ട് കണ്ണികളും പൊന്നുകൊണ്ട് കൊളുത്തുകളും നിർമ്മിച്ചു. മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഒന്നോടൊന്ന് ചേർത്തു. പുറപ്പാട് 26-1 മുതൽ 6 വരെ, 36-8 മുതൽ 13 വരെ. ചിത്രപ്പണിയായ കിരൂബുകൾ അവയിൽ തുന്നിച്ചേർത്തു. 26-1, 36-8. ഈ മൂടുശീലകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവയ്ക്ക് മുകളിൽ 3 മൂടികൾ നിർമ്മിച്ചു. 1. തിരുനിവാസത്തിൻ്റെ മൂടുവിരി. അത് കോലാട്ട് രോമം കൊണ്ടുണ്ടാക്കിയ 11 മൂടുശീലയാണ്. സൂക്ഷ്മാർത്ഥത്തിൽ അതാണ് കൂടാരം. പുറപ്പാട് 26-ാം അധ്യായം 7 മുതൽ 15 വരെ. ഓരോ മൂടുശീലയ്ക്കും 30 മുഴം നീളവും 13.35 മീറ്റർ, 4 മുഴം വീതിയുമുണ്ട്, 1.78 മീറ്റർ. 5 എണ്ണം ഒന്നായും 6 എണ്ണം മറ്റൊന്നായും ചേർത്തതാണ്. 6-ാമത്തെ മൂടുശീല കൂടാരത്തിൻ്റെ മുൻവശത്ത് മടക്കിയിടണം. മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണി നിർമ്മിച്ച് താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി. കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഘടിപ്പിക്കേണ്ടതാണ്. മൂടുവിരിയുടെ മൂടുശീല ഇപ്പുറത്തും അപ്പുറത്തും ഓരോ മുഴം വീതം ശേഷിക്കും. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 10 മുതൽ 13 വരെ. 2-ാമത്തേത് ചുവപ്പിച്ച ആട്ടുകൊറ്റൻതോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറംമൂടി. 3-ാമത്തേത് തഹശു തോൽ കൊണ്ട് അതിൻ്റെ മേൽ ഒരു പുറമൂടി. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 14-ാം വാക്യം. തിരുനിവാസത്തിൻ്റെ പ്രവേശനം ഒരു മറ കൊണ്ട് മറച്ചിരുന്നു. മറശീലയ്ക്ക് പൊന്നു പൊതിഞ്ഞ 5 തൂണ് നിർമ്മിച്ചു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ടുള്ളതും ചുറ്റുപടികൾ സ്വർണം പൊതിഞ്ഞതും ചുവടുകൾ താമ്ര നിർമ്മിതവുമാണ്. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 36 മുതൽ 37 വരെ, 36-ാം അധ്യായം 37, 38 വാക്യങ്ങൾ. മറയുടെ നിർമ്മാണ വസ്തുക്കൾ നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച ലിനൻ എന്നിവയാണ്. വിശുദ്ധ സ്ഥലത്തിനും അതിവിശുദ്ധ സ്ഥലത്തിനും മധ്യേയുള്ള മറ ഒരു തിരശീലയാണ്. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 31 മുതൽ 33 വരെ, 36-ാം അധ്യായം 35, 36 വാക്യങ്ങൾ. നീലനൂൽ, ധൂമ്രനൂൽ,
ചെമപ്പുനൂൽ, പിരിച്ച ലിനൻ എന്നിവ കൊണ്ടായിരുന്നു തിരശീലയും നിർമ്മിച്ചത്. ചിത്രപ്പണിയായി കെരൂബുകൾ തുന്നിച്ചേർത്തു. മറ്റു മറകളെപ്പോലെ തിരശീലയും തൂണുകളിൽ തൂക്കിയിട്ടു. തൂണുകൾ സ്വർണം പൊതിഞ്ഞു. കൊളുത്തുകൾ സ്വർണ്ണ നിർമ്മിതമായിരുന്നു. ചുവടുകൾ വെള്ളികൊണ്ടുള്ളവയാണ്. തിരശീല തൂക്കിയിട്ടത് 4 തൂണുകളിലാണ്. തിരശീലയുടെ മേൽമൂലകൾ പലകകളിലെ സ്വർണ്ണ കൊളുത്തുകളിൽ തൂക്കിയിട്ടു.